ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പേലെ അലീനയുടെയും മനുശങ്കറിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ നമ്മുടെ ഹരിശങ്കർ ശരണ്യെ വിളിക്ക് സംസാരിക്കുകയാണ്. എൻ്റെ ഫ്രണ്ട് ജോമോൻ്റെ ബർത്ത്ഡേ ഫംഗ്ഷനാണ്, നീ വരണമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ശരണ്യ പറയുന്നു, ഞാൻ വരാം, നീ വരണം, വന്നില്ലെങ്കിൽ ഞാൻ നിന്നോട് പിണങ്ങുമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ശരണ്യ ഹരിശങ്കർ വിളിക്കുന്ന സ്ഥലത്തോട്ട് വരാമെന്ന് ഉറപ്പ് കൊടുക്കുന്നു. അതിനുശേഷം ബാലചന്ദ്രനും അലീനയും കൃഷ്ണയും ബബിതയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. അപ്പം രോഹിത്തിനെ കാണാത്തതുകൊണ്ട് അലീനയോട് ചോദിക്കും, രോഹിത്ത് വന്നില്ലേന്ന് ചോദിക്കും. ഇല്ല അച്ഛാ, ഇതുവരെ എത്തിയിട്ടില്ലെന്ന് പറയും. അപ്പോൾ കൃഷ്ണ പറയും, അച്ഛാ 2 ദിവസം മുന്നേ രോഹിയുടെ മദ്യപിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നതെന്ന് പറയും. ബബിത പറയും, ഇല്ല രോഹിയുടെ മദ്യപിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയും. ചോദിക്കും, ചുമ്മാതാ അച്ഛാ, ബബിയേച്ചിയും കണ്ടതാന്ന് പറയും. അപ്പോൾ ചോദിക്കും, എന്നിട്ട് നിങ്ങളെന്താ ഇത് എന്നോട് മുന്നേ പറയാഞ്ഞ് നോക്കും. അത് അച്ഛൻ ദേഷ്യപ്പെടുമെന്ന് കരുതിയ. ഓ, അപ്പം നിങ്ങൾക്കൊക്കെ എന്ത് തോന്നിയാസം കാണിക്കാം, ഞാൻ ദേഷ്യപ്പെടുന്നതിനാണ് കുഴപ്പമെന്ന് പറയും. അപ്പം ആരെന്ത് ചെയ്താലും ഞാനൊന്നും അറിയാതിരുന്നാൽ മതി ഇല്ലേ ബബിതേ. അവർക്ക് ബബിത പെട്ടെന്നൊന്ന് ഞെട്ടും. അപ്പോൾ പറയും, നിങ്ങളെയൊക്കെ ചെല്ലും ചിലവും കൊടുത്ത് നിങ്ങളെയൊക്കെ നോക്കുന്ന ഞാൻ, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നോട് പറയണം. അപ്പോൾ കൃഷ്ണ പറയും, അത് അച്ഛാ, ഞാൻ രോഹിത്തിനെ ഒത്തിരി വഴക്ക് പറഞ്ഞു എന്നൊക്കെ കൃഷ്ണ പറയും. പറയണം മോളെ എന്നൊക്കെ പലതിനും പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയും, അച്ഛാ ഇതിനെല്ലാം കാരണം ഹരിയേട്ടനെ കൂട്ടുള്ള കമ്പനി രോഹിയുടെ അവസാനിപ്പിച്ചാൽ മാത്രമേ രോഹിയുടെ നന്നാവത്തുള്ളൂ എന്ന് പറയും. അലീനയും ശരിയാ അച്ഛാ, ഹരിശങ്കറുമായിട്ടുള്ള ചങ്ങാത്തം രോഹിതിന് ഒരിക്കലും നല്ലതല്ലെന്ന് പറയും. എത്ര തവണ ഞാൻ പറഞ്ഞതാ, എന്നാലും അവൻ നന്നാവത്തില്ലെന്ന് പറയും. അപ്പം ബബിതയും ഒരു കാരണവശാലും ഹരിശങ്കറിനെ സപ്പോർട്ട് ചെയ്യാൻ പോയിട്ടില്ല. കാരണം വീഡിയോസും ഫോട്ടോസൊക്കെ ഹരിശങ്കറിൻ്റെ കയ്യിലുണ്ടല്ലോ. അങ്ങോട്ട് ചെന്നാലും പ്രശ്നമാണ്, ഹരിശങ്കറിനെ സപ്പോർട്ട് ചെയ്താലും പ്രശ്നമുണ്ട്. ബബിത ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അതിനുശേഷം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് തീരാറാകുമ്പോഴത്തേക്ക് രോഹിത്ത് വരുന്നുണ്ട്. രോഹിത്ത് അങ്ങോട്ട് വരും. അപ്പോൾ രോഹിത്തിൻ്റെ ചോദിക്കും, നീ ഫുഡ് കഴിച്ചോ എന്ന് ചോദിക്കും. ആ, ഞാൻ കഴിച്ചു. ഓ, അപ്പോൾ നീ ഇഷ്ടംപോലെ കാശുണ്ടല്ലോ, പുറത്തുനിന്നൊക്കെ ഫുഡ് കഴിക്കാമെന്നാണ് പറയും. ചോദിക്കുക, എന്തോ നീ ഫുട്ബോൾ കളിക്കാൻ പോകുന്നിടത്ത് നിനക്ക് ഫുഡ് കിട്ടുമെന്ന് ചോദിക്കും. ചോദിക്കും, നിനക്ക് ഫുഡ് മാത്രമേ കിട്ടത്തുള്ളൂ, അതിൻ്റെ കൂടെ മദ്യവും കിട്ടുമെന്ന് ചോദിക്കും. പെട്ടെന്ന് രോഹിതൊന്ന് ഞെട്ടും. കൃഷ്ണയെ നോക്കുവാണ്. ചോദിക്കും, നിന്നോടാണ് ചോദിച്ചത്, നിനക്ക് മദ്യവും കിട്ടും, ഞാൻ മദ്യപിക്കത്തൊന്നുമില്ലെന്ന് പറയും. അപ്പോൾ നീ മദ്യപിച്ചിട്ട് വന്നിട്ടേ ഇല്ലെന്ന് പറയും. ഞാൻ മദ്യപിച്ചിട്ടൊന്നുമില്ല എന്ന് പറയും. ഇവള് വെറുതെ കള്ളം പറയുന്നതെന്ന് പറയും. ആരാ കള്ളം പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പറയും. അപ്പോഴത്തേക്ക് പെട്ടെന്ന് ബാലേന്ദ്രൻ്റെ മുഖത്ത് നോക്കാതെ പെട്ടെന്നങ്ങ് രോഹിത്തെ മേളിലോട്ട് കയറിപ്പോവും. അതിനുശേഷം ഫുഡെല്ലാം കഴിച്ചതിന് ശേഷം കൃഷ്ണ റൂമിലോട്ട് ചെല്ലും. നീ ആണേലും എന്നെ ഒറ്റ കൊടുത്തതെന്ന് പറയും. ആ, ഒറ്റ കൊടുത്തത് തന്നെ, അന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന്. അപ്പം ചേട്ടൻ എന്തോ പറഞ്ഞത്, അച്ഛനോട് പറഞ്ഞു കൊടുത്താൽ എനിക്കൊന്നുമില്ലെന്ന്. ഇപ്പം എന്തായി എന്ന് പറഞ്ഞു. എന്നെ ആരും ഉപദേശിക്കാമെന്ന് വരണ്ടെന്ന് പറഞ്ഞ് രോഹിത് കൃഷ്ണയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, അച്ഛൻ രോഹിത്തിനെ ഒന്ന് ഉപദേശിക്കണം, ഹരിയായിട്ടുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കണമെന്ന് പറയണം. അല്ലെന്നുണ്ടെങ്കിൽ അത് രോഹിത്തിൻ്റെ ജീവിതത്തെ നന്നായി ബാധിക്കും. നമ്മൾ ശാസിച്ച മാത്രം പോലെ സ്നേഹമായിട്ടും കൂടി അവനെടുത്ത് സംസാരിച്ചാലേ പറ്റത്തുള്ളൂ. ഈ ഒരു പ്രായം വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. അച്ഛൻ എന്നാലും സ്നേഹപൂർവ്വം അവനെ ഒന്ന് ഉപദേശിക്കണം എന്ന് പറയും. അങ്ങനെ മുകളിലോട്ട് വന്നിട്ട് രോഹിതിൻ്റെ മുറി ലോക്ക് ചെയ്തേക്കാണ്. അങ്ങനെ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് രോഹിതൊന്ന് കഥ ഓർക്കും. നീ എന്തുവായിരുന്നു? ഞാൻ പഠിക്കുമായിരുന്നു പറയും. ഓ, പഠിക്കുവാണെങ്കിൽ നല്ലത്, നല്ല അധ്യാപകരുടെ ക്ലാസ് ആണെങ്കിൽ നിനക്ക് നല്ലൊരു മേൽഗതി ഉണ്ടാവും. അതല്ല, കൊള്ളാത്ത കൂട്ടുകാരുമായിട്ടുള്ള ചങ്ങാത്തമാണെങ്കിൽ അതൊരിക്കലും നിനക്ക് നല്ലൊരു ജീവിതം ഉണ്ടാക്കി തരത്തില്ലെന്ന് പറയും. എന്നിട്ട് ചോദിക്കുക, നീ കുടിച്ചിട്ട് വന്നില്ലെന്ന് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചിട്ടൊന്നും ഇല്ലെന്ന് പറയും. അപ്പോൾ അവിടെ ഗ്ലാസ് ഇരിക്കും. ആ ഗ്ലാസ് ഇങ്ങനെ പെട്ടെന്ന് വലന്ന് ഇങ്ങനെ എടുക്കുവാണ്. അവിടെ എന്നിട്ട് ഞാൻ പലതവണ പറഞ്ഞ്, ആ ഹരിശങ്കറുമായിട്ടുള്ള കൂട്ടുസെറ്റ് നിനക്ക് നല്ലതല്ലെന്ന്, നീ അവനുമായിട്ടുള്ള കൂട്ടുസെറ്റ് അവസാനിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും നമ്മുടെ രോഹിതിന് അത്ര ഇഷ്ടപ്പെടത്തില്ല. അച്ഛനെ ഉപദേശിക്കാനാണോ വന്നതെന്ന് ചോദിക്കും. നിന്നെ ഉപദേശിക്കുന്ന പ്രായമായിട്ട് നിന്നെ ഉപദേശിക്കുന്നത്, പറയുന്ന കേട്ട് ജീവിച്ചാൽ നിനക്ക് തന്നെ നല്ലതെന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ്. അതിനുശേഷം ഹരിശങ്കർ രോഹിത്തിനെ വിളിക്കുന്നുണ്ട്. ശരണ്യെ കൂട്ടി നാളെ അവർ വരും, നീ അങ്ങോട്ട് വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ രോഹിത്തിന് ശരിക്കൊരു ഭയമുണ്ട്. ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹരിശങ്കർ രോഹിത്തിനെ നിർബന്ധിക്കുകയാണ് ശരണ്യെ എടുത്തിട്ട് പോകാനായിട്ട്. അതിനുശേഷം ഹരിശങ്കറും ഫ്രണ്ട്സും കൂടി ശരണ്യെ എങ്ങനെയെങ്കിലും ട്രാപ്പിലാക്കാനുള്ള ഗൂഢപദ്ധതികളൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഹരിശങ്കർ ശരണ്യെ വിളിക്കുകയാണ്. നീ എപ്പോൾ വരും, ഞാൻ നിന്നെ പിക്ക് ചെയ്യണമെന്നൊക്കെ ചോദിക്കും. ആ, ഞാൻ എത്താറായി ഹരിയേട്ടാന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി രോഹിത്തിനെ പെൺവിഷയത്തിൽ ഹരി കൊടുക്കുവോ, അതോ എല്ലാവരും എന്തെങ്കിലും യാദൃശ്ചികമായി സംഭവിച്ച് അവരുടെ കിണിയിൽ നിന്ന് ശരണ്യയ്ക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അപ്പോൾ കഥ ഇഷ്ടമായ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം.
ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭരാത്രി നേരുന്നു. നന്ദി.